സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. പലയിടങ്ങളിലും നല്ല മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡാമുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. അപ്പോൾ നിലവിൽ മൂന്നാം ഘട്ട മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് എവിടെയൊക്കെയാണ് നൽകിയിരിക്കുന്നത്, നിലവിലെ മുന്നറിയിപ്പുകൾ ഡാമിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിൽ നിലവിൽ ജലനിരപ്പ് 191.50 മീറ്ററാണ്. അവിടെ നിലവിൽ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ഡാം ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 456.50 മീറ്ററാണ്. അവിടെയും നിലവിൽ റെഡ് അലർട്ടാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഡാമായ ലോവർ പെരിയാർ ഡാം, അവിടെ നിലവിലെ ജലനിരപ്പ് 253 മീറ്ററാണ്. ഇവിടെയും റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഡാമുകളിലെല്ലാം നിലവിലെ സംഭരണ ശതമാനം എന്ന് പറയുന്നത് 85% മുകളിലാണ്. അതുകൊണ്ടാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ഡാം നോക്കുകയാണെങ്കിൽ മീങ്കര, പാലക്കാട് ജില്ലയിലുള്ള മീങ്കര ഡാമിൽ അവിടെ 155.63 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. അവിടെ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് നോക്കൂ, കൊല്ലം ജില്ലയിലെ കല്ലട ഡാം, ഇവിടെ ജലനിരപ്പ് എന്ന് പറഞ്ഞത് 99.49 മീറ്ററാണ്. ഇവിടെ യെല്ലോ അലർട്ടാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് നോക്കൂ, മലങ്കര ഡാം, മലങ്കര ഡാമിൽ 39.88 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. ഇവിടെയും യെല്ലോ അലേർട്ടാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ശിരുവാണി ഡാമിൽ അവിടെ 875.25 മീറ്ററാണ്. ഈ മൂന്ന് ഡാമുകളിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്രമാതീതമായി ജലനിരപ്പ് ഡാമുകളിൽ ഉയരുകയാണ്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, പാംബ്ല ആ ഡാമുകളിലെ ഷട്ടറുകൾ വീണ്ടും തുറക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും പെരിയാറിന്റെയും മുതിരപ്പുഴ ആറിന്റെയും തീരത്ത് താമസിക്കുന്നവർ മഴ വീണ്ടും കനക്കുന്ന സാഹചര്യമാണ്. കാലവർഷം വീണ്ടും ബലപ്പെടുകയാണ്. അപ്പോൾ ഈ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.